നമുക്കൊന്ന് തലസ്ഥാനത്തേക്ക് പോകണം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 3 മിനിറ്റാണ്. തലസ്ഥാനത്ത് കൗമാരകലയ്ക്ക് അരികൊണ്ടുവരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. റിപ്പോർട്ടറിന്റെ ഒരു വലിയ വാർത്താ പട തന്നെ അവിടേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെയൊക്കെ മാപ്ര എന്ന് വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ടോ? നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും വിളിക്കാം പ്രിയപ്പെട്ട സ്നേഹിതരെ, കൈവയ്ക്കാതിരുന്നാൽ മാത്രം മതി. തീർച്ചയായിട്ടും ചിലരെങ്കിലും ആ വാക്കും ആ വിമർശനവും ഒക്കെ കേൾക്കാൻ അർഹരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതൊക്കെ പൊതുസമൂഹം അവർ ഒന്നുകിൽ കളിയാക്കി വിളിക്കും, അതല്ലെങ്കിൽ സ്നേഹത്തോടെ വിളിക്കും എന്നുള്ളതാണ്. അതിലൊന്നും വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്നതാണ് അഭിപ്രായം. പ്രിയപ്പെട്ട പ്രേക്ഷകരാണല്ലോ അന്തിമമായി വിധി തീരുമാനിക്കേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് എന്തു പറയുമ്പോഴും നിങ്ങളാണ് ആ കാര്യത്തെ കേൾക്കുകയും നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ എടുക്കുകയും ഇഷ്ടമില്ലാത്തതിനെ തള്ളുകയൊക്കെ ചെയ്യുന്നത്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അവകാശമാണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും നമുക്ക് നിങ്ങളോട് ഒരു വിയോജിപ്പുമില്ല. അതൊക്കെ നമ്മൾ ഡോണ്ട് സ്പെയർ മീ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾ ഉണ്ടാവണം. കഠിനമായി വിമർശിച്ചാണ് നമ്മളുമൊക്കെ ഇങ്ങനെ ആവുന്നത്, അല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാമല്ലോ, റിപ്പോർട്ടർ സ്ക്രീനിൽ വരുന്ന എത്രയോ വാർത്തകൾക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ യോജിച്ചിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായും ഈ വാർത്താ ജീവിതത്തിലെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. അത്ര കരുതിയാൽ മതി. പ്രിയപ്പെട്ടവരെ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുതലിയും രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ടോടെ സ്വർണ്ണക്കപ്പ് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തും. 25 വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ലധികം കലാപ്രതിഭകളാണ് ഇക്കുറി കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിനു ശ്രീധറും സുനിഷ അയ്യല്ലൂരും ചേരുന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. ആദ്യം റിനുവിലേക്ക് നമ്മൾ പോകുന്നു. റിനു, നേരത്തെ റിനു പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു നാടക കലാകാരനോടാണ്. പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ കണ്ട് ഈ നാടകത്തിൽ അഭിനയിക്കാൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ച് കുട്ടിക്കാലത്ത് പോയൊരു മിക്കവാറുമുള്ള കുട്ടികൾക്കെല്ലാം ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെയായിരുന്നു റിനു, അല്ലേ? ഇടവേളയ്ക്കൊക്കെ കേൾക്കുന്ന ഘനഗാംഭീര്യവശത്തും ഒരു നീണ്ട ഇടവേളയ്ക്കു ശേഷം എന്ന് പറയുന്ന ഒരു ഡയലോഗൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്ന് കലോത്സവത്തിലെ തിരിതെളിയുന്ന ഈ നിമിഷം ഒരു നാടക നടനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ റിനു ശ്രീധർ. സുനിഷ അയ്യല്ലൂരുണ്ട്, കവിത എഴുത്തുകാരിയാണ്, വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉപന്യാസകാരൻ എത്തുന്നുണ്ട്, കവിത എഴുത്തുകാരൻ, ആസ്ഥാന കവി റിപ്പോർട്ടറിൻ്റെ VS രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പട തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. ഓരോ വേദിയിൽ നിന്നും കലാകാരന്മാരായ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളായിരിക്കും ഇനി പ്രേക്ഷകർ കേൾക്കാനും കാണാനും പോകുന്നത്. റിനു, കാര്യങ്ങളൊക്കെ ഉഷാറായി കഴിഞ്ഞു. എപ്പോഴാണ് പാലുകാച്ചൽ? അരുൺകുമാർ, പാലുകാച്ച ഉടനെ തന്നെ ഉണ്ടാകും, 10:00 ഉണ്ടാകുമെന്നുള്ളതാണ്. അരുൺകുമാർ, ഈ കലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി പറയാനുണ്ട്. അത് പറയാതെ പോകാൻ കഴിയില്ല. കാര്യം നാടകത്തിൽ മാത്രമല്ല പയറ്റിത്തെളിഞ്ഞത്. മോണോ ആക്ട് ഉണ്ടായിരുന്നു, പ്രച്ഛന്ന വേഷം, ഫാൻസി ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുഖാഭിനയം ഉണ്ടായിരുന്നു. മോണോ ആക്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒപ്പം സ്കിറ്റ് ഉണ്ടായിരുന്നു, മൈം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കലകളിൽ പയറ്റിത്തെളിഞ്ഞു. അത് സ്കൂൾ കാലഘട്ടത്തിൽ അധ്യാപകരുടെയൊക്കെ തന്നെ ഒരു പ്രചോദനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കൗമാര കലയ്ക്ക്, കൗമാര കേളികൊട്ട് എന്തായാലും തുടക്കമാവുകയാണ്. നാളെ രാവിലെ 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തിരിതെളിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. പ്രധാന വേദിയാണ്, MT വാസുദേവൻ നായരുടെ പേരിലാണ് ഈ പ്രധാന വേദി എന്ന് പറയുന്നത്. 25 വേദികളിലായി 249 ഇന മത്സരങ്ങളാണ്. 15,000-ഓളം വിദ്യാർത്ഥികളാണ് ഇതിനു വേണ്ടി ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും എന്നോടൊപ്പം സുനിഷ കൂടിയുണ്ട്. സുനിഷയ്ക്ക് പാട്ട് പാടണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിലേക്കൊക്കെ വരാൻ ഇനി ദിവസങ്ങളുണ്ടെങ്കിൽ പോലും സുനിഷ, ഏത് തരത്തിലാണ് ഒരുക്കങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ഒരുക്കങ്ങളൊക്കെ സൂപ്പറായി കഴിഞ്ഞു. പക്ഷേ അരുൺകുമാർ, ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ റിൻചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മോണോ ആക്ടിലുണ്ടായിരുന്നു, അതിലുണ്ടായിരുന്നു. 1957 ആദ്യ കലോത്സവത്തിൽ ഏതായാലും നമുക്ക് ഈ ലിസ്റ്റൊന്നും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഏതൊക്കെയാണ് ശരിയെന്നുള്ളതൊന്നും അറിയില്ല. എന്നാൽ പോലും നമ്മളത് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ കലോത്സവത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്വർണ്ണക്കപ്പ് വരാനുണ്ട്, അല്ലേ റിൻചേട്ടാ? വൈകുന്നേരത്തോടു കൂടി സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തേക്ക്, അനന്തപുരിയിലേക്ക് എത്തും. നമ്മുടെ പ്രമോ കണ്ണൂരിൽ നിന്നാണ് ഈ സ്വർണ്ണക്കപ്പ് വരുന്നത് എന്നുള്ളതൊരു പ്രധാന കാര്യം. അതിനുള്ളൊരു അഹങ്കാരമുണ്ട്. കാരണം കഴിഞ്ഞ തവണ കപ്പ് നേടിയത് കണ്ണൂരാണല്ലേ. പക്ഷെ തിരുവനന്തപുരം ഞങ്ങൾ ആഞ്ഞൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കപ്പ് അഞ്ഞു പിടിച്ചാലും കണ്ണൂർ എടുക്കും എന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഏതായാലും കപ്പിങ്ങോട് ഒന്ന് കാണിക്കാൻ കൊണ്ടുവരുന്നു എന്നുള്ളതും തിരിച്ചു കൊണ്ടുപോകും. എന്നാലും ഇത് വൈകുന്നേരത്തോടു കൂടി എത്തും. അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്, സ്വീകരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ അതിൻ്റെതായ സ്വീകരണം കൂടിയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പ് നടന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇനി പാലുകാച്ചൽ, റിൻചേട്ടൻ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് എവിടെയാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു. അത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. അവിടെ ഇന്നലെ ഈ കലവറ നിറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കിട്ടും. 4,000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളതാണ്.
തീർച്ചയായും, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഴയടം തന്നെയാണല്ലേ ഇത്തവണയും ഭക്ഷണം ഒരുക്കുന്നത്. വലിയ വിവാദങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ അത്തരം വിവാദത്തിനൊന്നും തന്നെ വഴിവെക്കുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു സജ്ജീകരണം. ഏറ്റവും പ്രധാന നോൺ വെജ് ഇല്ല കേട്ടോ. നോൺ വെജില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ വാഹന സൗകര്യങ്ങൾ, അതായത് ഇവിടെ നിന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ എവിടെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് കിഴക്കേക്കോട്ടയിൽ പുത്തരിക്കണ്ടത്ത്. ഈ പുത്തരിക്കണ്ടത്തേക്കൊക്കെ പോകാൻ വേണ്ടി KSRTC മിനി ബസ് സർവീസുകൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർക്ക് ഒപ്പം പോലീസിൻ്റെ സഹായമുണ്ട്, മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെ സഹായമുണ്ട്. എന്തായാലും നമ്മുടെ പ്രധാന വേദി ഒരുങ്ങുകയാണ്. ഈ വേദിയും കൂടെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് പ്രധാന വേദി. നിള MT എന്നാണ് ഈ വേദിക്ക് പേരിട്ടിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഈ വേദി. ഈ വേദിയിലാണ് നാളെ രാവിലെ 10 മണിയോടുകൂടി കലോത്സവത്തിന് കൊടിയേറുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു. അതിനുശേഷം ഈ വേദിയിൽ സംഘനൃത്തമാണ്. ശേഷം നാടോടി നൃത്തമുണ്ട്. അറിഞ്ചേട്ട ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ കലോത്സവ വേദികളിലെ ഓരോരുത്തർക്കും ഓരോ ഇനത്തോട് ഭയങ്കരമായ താല്പര്യമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംഘനൃത്തമൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്, കൂടുതലായിട്ട് കാണാം. അങ്ങനെ ഇഷ്ടമുള്ള ഒരു കലാബന്ധം. സംഘനൃത്തവും തിരുവാതിരയും ഒപ്പനയൊക്കെ ഇഷ്ടമാണ്. എനിക്ക് അതിൻ്റെ വേഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് നാടകം തന്നെയാണ്. എൻ്റെ നാടകം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ നാടകവുമായി ഏകദേശം ഒരു 5ാം ക്ലാസ് മുതലുള്ള ബന്ധമുണ്ട്. ഇടയ്ക്ക് 2-3 തവണ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഉൾപ്പെടെ മികച്ച അഭിനേതാവായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. +2 തിരഞ്ഞെടുത്തിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നാടകം എനിക്ക് വലിയൊരു ഇഷ്ടപ്പെടുന്ന ഒരു കലയാണ്. അതുകൊണ്ട് തന്നെ നാടകം ഞാൻ കാണും. അത് ഏത് വേദിയിലാണെന്നുള്ളത് കൃത്യമായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നാടകമായിരിക്കും പ്രധാനമായി ഞാൻ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളും കലോത്സവത്തിന് ഒരുങ്ങിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ഒരുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ 249 ഇനങ്ങൾ 15,000-ത്തിലധികം. കവിത ഞാൻ കുറച്ച് കാലം മുന്നേ അങ്ങ് വിട്ടു എന്നുള്ളതാണ്. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, കാര്യം മീഡിയയെ കുറിച്ച് കൂടി പറഞ്ഞു പോയിട്ടുണ്ട്. കാര്യം നമ്മൾ തന്നെ വളരെ കവറേജാണ് ഒരുക്കിയിരിക്കുന്നത്, ഗംഭീരമായിട്ടാണ് നമ്മൾ കവറേജ് ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതെ, നമ്മുടെ പരസ്യചിത്രം നമ്മൾ അല്പസമയത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ TV അനന്തപൂരം എന്നാണ് നമ്മൾ ഈ റിപ്പോർട്ടിങ്ങിന് പേരിട്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അനന്തപൂരം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ പ്രേക്ഷകർ കാണാൻ പോവുക. നാടക നടനായ റിനു, കവിത എഴുത്തുകാരനായ VS രഞ്ജിത്ത്, മോണോആക്റ്റും കൂടി ഉണ്ടോ. നാടക നടൻ മാത്രമല്ല, അതേപോലെ കവിതയും ഉപന്യാസങ്ങളും എഴുതി പയറ്റി തെളിഞ്ഞ സുനിഷ. അങ്ങനെ നമ്മുടെ റിപ്പോർട്ടറിന്റെ അനുഗ്രഹീതരായ കലാകാരന്മാരും കലാകാരികളും ഒരേ വേദിയിൽ അണിനിരുന്നുകൊണ്ട് പല വേദികളിൽ നിന്നായി തത്സമയം പ്രേക്ഷകരിലേക്ക് വാർത്തകൾ നൽകും. അതും റിപ്പോർട്ടറിന്റെ